സിഗരറ്റ് വലിക്കണം. കുപ്പിയുണ്ട്, കുപ്പി ബാഗ്സ്. ഇഷ്ടമാണ് ചേട്ടാ, ഇഷ്ടമാണ് ചേട്ടാ എന്ന് പറഞ്ഞു. ഈ മല കണ്ടോ, മല. ഹായ് ഗൈസ്, പോരാ. ഹായ് ഗൈസ്, ഞങ്ങളിന്ന് ബാസ്തേ പോകണം. ബാസ്തേ ഹൈക്കിംഗ് സ്പോട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാലയിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറി ഇപ്പോൾ ഡ്രസ്റ്റൻ നോയ്സ്റ്റാറ്റിൽ വന്നിട്ടാണ്. ബാനോഫാണ്. ഇവിടെ നിന്ന് നമുക്ക് വേറൊരു വണ്ടി പിടിക്കണം. S1 ഷൂണയിലേക്കുള്ള വണ്ടി പിടിച്ചിട്ട് വേണം പോകാൻ. ഇത് നല്ലൊരു ബാനോഫ് ആയതുകൊണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. കാരണം ഡ്രസ്റ്റലിൽ ഇറങ്ങിയാലും പോകാൻ പറ്റും. ഞങ്ങളുടെ കൂടെ വേറെ 2 പേര് കൂടി ഉണ്ട്. ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി അകത്ത് വരേക്ക് കാണിച്ചാൽ കേട്ടോ. ഇതേ നിൽക്കണു. ഇവർ 2 പേരും നമ്മുടെ ഒപ്പം ഉള്ളതാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഡ്രസ്റ്റൻ നോയ്സ്റ്റാറ്റ് ബാനോഫ്. അതിമനോഹരമായിട്ടുള്ളൊരു ബാനോഫാണ്. ഇതാണ് നമ്മുടെ ഒപ്പമുള്ള പിള്ളേർ. ഞങ്ങളെല്ലാവരും കൂടെ ബാസ്തേ ഹൈക്കിങ്ങിന് പോവാണ്. എന്ത് പറയണമെന്ന് അറിയില്ല. സ്ഥിരം കക്ഷി അറിയാല്ല എല്ലാവർക്കും. ബാനോഫാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഗൈസ്, അവൾക്ക് റീൽസ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ. അഭിനയിക്കണണ്ട, അഭിനയ സിംഹ, മഹാനടി. ഞങ്ങളുടെ അവിടെ 7 റിവർ ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങോട്ട് കിടക്കാൻ. അവിടെ നമുക്കൊരു ബോട്ട് സർവീസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബാസ്തേ റോക്ക് ഫോർമേഷൻ്റെ ഒരു സൈഡ്. നമുക്ക് അപ്പർ സൈഡിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നമ്മൾ ഇറങ്ങി തുറൂർത്തുറാത്ത് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇതേ കണ്ടോ ബാസ്തേ ഫോർമേഷൻ. അതൊരു പാലാണ്. നമുക്ക് അതിൻ്റെ മുകളിലേക്കൊക്കെ പോകണം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബാനോഫിൽ ഇറങ്ങിയിരിക്കുകയാണ്. 4 പേരുണ്ട്. കുപ്പിയുണ്ട്, കുപ്പി ബാഗ്സ്. ആദ്യമായിരുന്നു മോപ്പടി. ഊട്ടി പോലെ കാണുന്ന ഈ ബാനോഫിൻ്റെ പേരാണ് കുറൂർത്തുറാത്ത്. കറക്റ്റ് ഊട്ടി ലുക്ക് അല്ലേ? നമ്മുടെ നാട്ടിലുണ്ട് ഊട്ടി സ്റ്റൈൽ സാധനം. ഒരു ബോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നല്ലോണം ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടുന്ന് ബോട്ടിൽ കയറിയിട്ട് വേണം പുറത്തേക്ക് അക്കരെ എത്തണം. അക്കരെ എത്തിയാലാണ് നമ്മുടെ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ടിക്കറ്റ് എടുക്കണം ഗൈസ്. തുടങ്ങി ഗൈസ്, തുടങ്ങി. വണ്ടി എടുത്തു. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കൊണ്ടുപോയെന്ന് വെച്ചാൽ ബോട്ടിലെ പൂന്തോട്ടം. പിന്നെ ഹൗസ് ബോട്ടിൽ ഏതിന്? ഈ മല കണ്ടോ? മല കണ്ടോ? നീ എവിടെ മല കണ്ടിട്ട്? നിങ്ങളവിടെ എവിടെ മല? വള്ളി നദി. ഇത് ബാസ്തേ എന്ന് പറഞ്ഞ ഹൈക്കിംഗ് സ്പോട്ട് അതിമനോഹരമായിട്ടുള്ള ഹൈക്കിംഗ് സ്പോട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ 3ാമത്തെ ട്രിപ്പാണ്. മാത്രമല്ല കേട്ടോ, ഗഡിമോൾ വന്നതോടുകൂടെ എനിക്ക് എല്ലാ സ്ഥലത്തേക്കും പോകേണ്ടി വന്നു. അതെ, ഒരു പ്രാന്തനെ പോലെ. അങ്ങനെ നമ്മൾ ബോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അതന്നെ ഇവിടെ പാലം പണിതാൽ മതി. വെറുതെ 3 യൂറോ കൊടുത്തിട്ട് മനുഷ്യരെ പറ്റിക്കണം. നമുക്ക് അവിടെ ക്യൂവിൽ നിന്നിട്ട് അയാളുടെ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കണ്ട. അവിടെ മെഷീൻ ഉണ്ട്. മെഷീനിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ കാർഡ് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളവിടെ ചില്ലറ അന്വേഷിച്ച് കൊടുക്കേണ്ടി വരും. ബ്ലാക്ക് ഹോം അല്ലേ? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഇതായിട്ട് ചെരിഞ്ഞിട്ട്. നമ്മൾ വന്ന സമയം നല്ല സമയമാണ്. നല്ല തിരക്കുണ്ട്. നല്ല രസമായിരിക്കും. അപ്പോൾ സുവനീർ ഷോപ്പിലേക്ക് കയറാം ഗൈസ്. സുവനീറിൻ്റെ ആൾ വന്നിട്ടുണ്ട്. നാഷണൽ പാർക്ക് സാക്സൺ സ്റ്റേറ്റിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അവിടെ പുതിയ എപ്പിസോഡിൽ പുതിയ ഹൈക്കിങ്.
റോക്ക് ഫോർമേഷന് മുകളിൽ ആൾക്കാർ നിൽക്കണേ. നമുക്ക് കയറാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. അത് മറ്റേ കയറ് കെട്ടിയിട്ട് കയറുന്ന ആൾക്കാരില്ലേ, അവരായിരിക്കും. അതാണ് നമ്മുടെ ബാസ്തെ റോക്ക് ഫോർമേഷനിലേക്കുള്ള ആദ്യ ചുവടുകൾ. നമ്മുടെ സൈലന്റ് വാലിയിൽ പോയ പോലെയുണ്ട്. അതെ, നോയമ്പ് കഴിഞ്ഞെങ്കിലും നമ്മൾ മറ്റേ കനകമല കയറിയായിരുന്നു. അതെ അതെ, ചെറിയ സ്റ്റീപ്പായിട്ട്. അവിടെ കല്ലുണ്ടായിരുന്നല്ലോ, നീ കണ്ടില്ലേ? ഉരുണ്ട് കിടക്കാൻ അവിടെ ഇവിടേക്ക് ആയിട്ട്. ഞാൻ ആദ്യമായിട്ട് ബാസ്തേ കയറി വീട്ടിലെത്തിയപ്പോൾ ഈ പുള്ളിക്കാരി എന്നെ വിളിച്ച് ഇഷ്ടമാണ് ചേട്ടാ എന്ന് പറഞ്ഞു. കുറേ ഓർമ്മകളുള്ളൊരു സ്ഥലമാണ്, മെമ്മറീസ് ഉള്ള സ്ഥലമാണ് ബാസ്തേ. ഞങ്ങൾ നടന്ന് വയ്യണ്ട കേസ്, നല്ല രസമായിരുന്നു. രണ്ടുപേരും വരുന്ന അവിടെ നിന്ന് ഇത്ര ആയിട്ടുള്ള അപ്പോഴേക്ക് ഈ കോലായിരുന്നു. അതായത് വയ്യാണ്ടാകുമ്പോൾ നമ്മൾ പതുക്കെ നടക്കും. അപ്പം നമ്മൾ പറയുന്ന പേരാണ് എൻജോയ് ചെയ്തിട്ട് കയറുക. പാറക്കെട്ടുകൾ. ആദ്യത്തെ വ്യൂ പോയിന്റ് അവിടെ എത്താണ്. 1ാം സ്ഥലം എത്തി. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റോപ്പ്. അവിടേക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റ്. 2 പാറകളുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൽബേ റിവർ കാണാൻ പറ്റും. ആണ് നമ്മളുടെ എൽബേ റിവർ. നമ്മൾ അവിടെ നിന്നാണ് വന്നത് ട്രെയിനിൽ. യെസ്, എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിറങ്ങി. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പതുക്കാൻ നടന്ന് ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ മറ്റേ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ വരെ കയറി വന്നിട്ട്? ഇതിപ്പോൾ പകുതിയായിട്ടുള്ളൂ, ഇനിയുണ്ട് മോളെ. മുകളിലേക്ക് എത്തണം. മുകളിൽ ഇവിടെ നിന്ന് കാണില്ല, ഇതിൻ്റെ മുകളിലേക്ക് എത്തണം. പണ്ടത്തെ മുനി മാറ്റുന്ന സ്ഥല മുനിയറ. അതെ, ജർമ്മ മുനിയറകൾ. കുറേ സ്റ്റെപ്സ് ഉണ്ടല്ലേ. അവിടെ ഒരു വാതിലുണ്ടായിരുന്നു, അടച്ചു പൂട്ടി. പ്രാർത്ഥിച്ച് കയറുന്നായിരുന്നുണ്ടാ. പ്രാർത്ഥിച്ച് കയറി വയ്ക്കുക. Nice view. Sunkist. ഫ്ലാഗുകൾ എന്താണെന്നറിയില്ല. റൈറ്റിലേക്ക് 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ബാസ്തേ എത്തി. 1.5 മണിക്കൂർ താഴേക്ക് നടന്നു കഴിഞ്ഞാൽ കുറവുത്താത്തൻ. അതായത് നമ്മൾ ഇറങ്ങിയ സ്ഥലം. പിന്നെ മുകളിൽ മാലർവീക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മാപ്പ് ഇത് ശരിയാണ്. The former rock castle was the largest and most impressive object Saxon. അതിനെ ജർമ്മൻ സ്വിറ്റ്സർലാൻഡ് എന്നൊരു പറയും കേട്ടോ. മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയാം. നമ്മളെത്തി. ഇതാണ് ഗ്രേറ്റ് ബാസ്തേ ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് ബാസ്തേ ബ്രിഡ്ജ്. ഇതാണ് ആ ബാസ്തേ റോക്ക് ഫോർമേഷൻ. കൺസ്ട്രക്ട് ചെയ്ത ആൾക്കാരുടെ പേരാണ്. ഏതാ വർഷം എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് റോമൻ ലെറ്റർ ആയതുകൊണ്ട് അറിയില്ല. ഇവിടെയുമുണ്ട് ഗൈസ്
ക്യാഷ് ഇട്ടുള്ള പരിപാടി കണ്ട, ചില്ലറകൾ കിട്ടാണ് കണ്ട. വെറുതെ ഓട്ടോ ഓട്ടിച്ച് കാര്യമില്ലല്ലോ, നമുക്ക് എടുക്കാൻ പറ്റണ്ടേ, വെറുതെ കുറേ കാശ് ഇട്ട് കളയാനല്ലേ. ഓ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ചേട്ടാ നെൽപ്പടി പൊടി ഉണ്ടല്ലോ. യെസ്, ഈ സ്റ്റെപ്പ് കൂടി കയറണം. ഈ ഹൈക്കിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഫുള്ള് സ്റ്റെപ്പുകളാണ്. കൊള്ളാല്ലേ? രസമല്ലേ? ആ, ഞങ്ങളവിടെയൊക്കെ മലയിക്കുന്നു. ഇതിനാളും ഭംഗിയുണ്ട്. കയറി ഇറങ്ങാം. എന്തിനാ അദ്ദേഹം ഇത്ര സ്റ്റെപ്സ് കൂടി ഉണ്ടാക്കി വെച്ചേക്കണേ? അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ട് കൂടി കഴിച്ചു. ഇനി അടുത്ത സ്പോട്ട്. അവരൊന്ന് സിഗരറ്റ് കളിക്കണം. സിഗരറ്റ് തന്നെയാണോ? യെസ്. അങ്ങനെയോ? പണ്ടത്തെ ആളാ, പണ്ടത്തെ ഹൈക്കിങ്സ്. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. അവിടെ നമുക്ക് ഫുഡ്, ഐസ്ക്രീം എല്ലാ സാധനങ്ങളും കിട്ടും. ഓൾമോസ്റ്റ് എല്ലാതും ക്ലോസ്ഡ് ആയി. ആ, കല്യാണ പാർട്ടിയാണ്. അത് മരം മുറിക്കുന്നു, മറ്റേ ആക്സോ ബ്ലേഡ് വെച്ചിട്ട്. ബാസ് ബ്രിഡ്ജിൻ്റെ സംഭവം ഉണ്ടാക്കി വെച്ചോണെങ്കിൽ മാർബിളാന്ന് തോന്നുന്നു. ഒത്തിയെടുത്താണ് അവന്മാര്. ഏതി കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കാണാൻ പറ്റും. എന്താ പറയുക, കോയിൻ സൂവിനിയർ എന്ന് പറയും. നമ്മൾ ക്യാഷ് കോയിൻ ഇടണം. ഇതിൽ 5 സെൻറ്റ് കോയിൻ ഇടാം, ഇതിൽ €1 ഇടാം. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 സെൻറ്റ് കോയിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഓവൽ ഷേപ്പിൽ പതിപ്പിച്ചിട്ട് ഇങ്ങനെ വരും. 3 തരത്തിൽ കിട്ടും. ഒന്നില്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഹിഡൻ ജമ്മാണ്, ഹിഡൻ ജം. ആ, നല്ല ആരും കാണാത്തൊരു സ്ഥലമാട്ടോ. ഇവിടെ അധികം ആൾക്കാർ വരാറൊന്നുമില്ല. നമുക്കൊരു വ്യൂ കൂടി കാണാനുണ്ട്. അങ്ങനെ നമ്മൾ അവസാന സ്പോട്ടിലെത്തി. നമ്മൾ ബാസ്തയുടെ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഉണ്ടോ, നല്ല സൂര്യപ്രകാശ. വീട്ടിലെത്തുമ്പോഴേക്കും ടാൻ അടിച്ചൊരു വിധാവും. അൽബർ റിവർ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു. പണ്ട് അൽബർ റിവർ കൂടെ ആയിരുന്നു ഇവിടെ ചരക്ക് എന്നല്ല പറയാ, ആ സാധനം ഫുള്ള് ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിരുന്നത്. ചരക്ക് കപ്പൽ മാർഗം. ഒരു കാൻഡിലിവർ ബ്രിഡ്ജാണിത്, കാൻഡിലിവർ ബ്രിഡ്ജ്. അതേപോലെ ഒരു ബോട്ട്. സ്പീഡ് ബോട്ടാണ്, സ്പീഡ് ബോട്ട്. ഇതാണ് നമ്മൾ വന്ന വഴി. അതായത് ട്രെയിൻ ഇറങ്ങിയിട്ട് ബോട്ട് പിടിച്ച് നടന്ന് വന്ന സ്ഥലം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഹൈക്കിംഗ് സ്പോട്ട് ആ വഴിയൊന്നും ഇവിടെ കാണില്ല. ഇതാണ് ഈ ചെറിയ ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ കൂടെയാണ് വന്നത്. ബാസ്ത ബ്രിഡ്ജ് ഇതാണ്. നല്ല ആളുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്, ബാസ്ത ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.